ഷകന്യ ടീച്ചർ ഇടവെട്ടി പോട്ടെ. അതായത് ഗിയറിൻ്റെ സ്പീഡ് പോയാൽ കേട്ടോ. വളവ് വരുമ്പോൾ കയറ്റുള്ള വളവാണെങ്കിൽ ആക്സിഡൻറ്റിന് കാലെടുന്ന് എടുത്തിട്ട് വീണ്ടും ആക്സിഡൻറ്റ് കൊടുക്കാം കേട്ടോ. ഇറക്കമുള്ള വളവാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്രേക്ക് കാല് വന്നോണം. ഫ്രണ്ടിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ട്രാക്കിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യെ ആക്സിഡൻറ്റ് കാലം ലൂസാക്കി ബ്രേക്കായിട്ട് വന്നു കേട്ടോ. ഈ ഇടവെട്ട വെള്ളവരി ഉണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം അല്ലേ? ഇടവിട്ടുള്ള വെള്ളവരി വരിയില്ലേ, അത് അവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാം. അല്ലാത്തോടത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കേട്ടോ. ബ്രേക്ക് കാല് വെക്കണം കേട്ടോ. പയ്യെ പോയാൽ എന്നാന്ന് ആരും പറയുന്നില്ല. ഇവിടെ എത്ര സിഗ്നലുണ്ട്? മെയിൻ റോഡിലോട്ട് പോകണം, സ്റ്റോപ്പുണ്ട് കേട്ടോ. മെയിൻ റോഡിലോട്ട് കിടക്കുവാണ് അല്ലേ? ബ്രേക്ക് ആയിട്ട് നിർത്തിയിട്ട് ഫ്രണ്ടിൽ നിന്ന് വണ്ടിയെല്ലാം കടത്തി വിടാം കേട്ടോ. വലതുവശത്ത് മെയിൻ റോഡിലോട്ട് കിടക്കുമ്പോൾ വലത്തുനിന്ന് ഇടത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. പിന്നെയും വലത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കി നമ്മൾ തുറന്നു വരണം കേട്ടോ. വണ്ടി വരുന്നതെന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ പൊക്കം ധൈര്യമായിട്ട് അവരുടെ ട്രാക്ക് വിട്ട് ഒരിക്കലും കയറുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ബ്രേക്ക് കാല് വന്നു കേട്ടോ. അന്ന് അവൻ മുഖാന്തരം നമുക്ക് അപകടം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് കേട്ടോ ആ അപകടം ഒഴിവാക്കി പോകാൻ. അതായത് നമ്മൾ വേറെ ഒരാളിൽ നിന്ന് അപകടം ഉണ്ടാകും എന്നുള്ള ധാരണയിൽ വണ്ടി ഓടിക്കുക കേട്ടോ.
നമ്മൾ കാരണം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല, ഒരു വെള്ളം പോലും അവരുടെ മേത്ത് തെറിക്കില്ല. ആ രീതിയിൽ ആ റൗണ്ട് ചുറ്റിക്കറങ്ങി വന്നേ കാണണ്ടേ. സീബ്രാലൈൻ്റെ അവിടെ നിന്ന് വർത്തമാനം പറയാൻ പൊക്കും കേട്ടോ. സീബ്രാലൈൻ്റെ ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കുക എന്നുള്ളത് കേട്ടോ. പയ്യെ തിരിച്ചാൽ അവിടെ തിരിഞ്ഞു കേട്ടോ. ഇവിടെ തിരിക്കണ്ട, ഇടതുവശം ചേർന്നു കേട്ടോ. കയറി കയറി ചെല്ലാം പൊക്കം. ഏത് റോഡിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അടുത്ത റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകണം കേട്ടോ. ഇത്ര ഉള്ള കേസ് കേട്ടോ. ഏത് റോഡിൽ നിന്ന് ഏത് റോഡിലോട്ട് കയറിയാലും കേട്ടോ, നമ്മൾ ഇടതുവശത്ത് നിന്ന് അടുത്ത റോഡിൻ്റെ ഇടതുവശത്തോട്ട് പോകണം കേട്ടോ. ആയതല്ലോ കേട്ടോ. ഒരുത്തന്മാരെ ഹെൽമെറ്റൊന്നും വെക്കാതെ പോകുന്നു. റോഡിൽ ഏറ്റവും പ്രാധാന്യമുള്ളവർക്ക് പിന്നെ കാൽനടക്കാർക്ക്, അത് കഴിഞ്ഞ് ഫയർഫോഴ്സ്, അത് കഴിഞ്ഞാൽ ആംബുലൻസ്, പിന്നെ VIP പോലീസുകാർ കേട്ടോ. പിന്നെ പിടിച്ചാൽ കിട്ടാത്ത മൃഗങ്ങളെ കണ്ടു തന്നെ വണ്ടി നിർത്തി കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, അത് കഴിഞ്ഞാൽ ബസ്സില്ലേ, ബസ്സിൽ പല ആൾക്കാരുണ്ട് യാത്ര ചെയ്ത് പല കാര്യങ്ങൾക്ക് പോകണേ. അവർക്ക് മുൻഗണനയുണ്ട്. പിന്നെ കയറ്റം കയറി വരുന്ന ലോറി കയറ്റം കയറി വരുന്ന ഏത് വാഹനവും കേട്ടോ, അവർക്കെല്ലാം മുൻഗണന. പിന്നെ 2 വീലറിന് മുൻഗണന. അതിന് അവർ പെട്ടെന്ന് ബാലൻസ് പോകും, അത് കാരണമാണ് അവർക്ക് മുൻഗണന കൊടുക്കണം അവർ കേട്ടോ. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് 18-നും 26-നും വയസ്സ് പ്രായമുള്ള പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. അത് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന കാരണമാണ് കേട്ടോ. ഓരോ ജീവനും ഓരോ കുടുംബമാണ്. അത് കാരണം നമുക്ക് നിർത്താൻ പറ്റില്ല അതിൻ്റെ വിടവ്. അത് കാരണം അതനുസരിച്ച് നമ്മളിൽ നിന്നൊരു ആപത്തും വരാതെ നോക്കണം. ഇനി ഇവിടെ എവിടെയെങ്കിലും നിർത്തി നോക്കി അടുത്തോട്ട് തിരിച്ച് ഇൻഡിക്കേറ്റർ കിട്ടും. ഹാൽ സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? അതെ, പയ്യെ ഓക്കെ. ഒതുക്കി നിർത്തണം. റോഡിൽ നിന്ന് ഇറങ്ങി നിർത്തും. ഒതുക്കി നിർത്തിക്കണം. റോഡിൽ നിന്ന് ഇറങ്ങണമെന്നില്ല, വണ്ടി നേരെ നിർത്തും കേട്ടോ. പിന്നോട്ട് പോട്ടെ വണ്ടികളുണ്ട്. ഇപ്പം നേരെയായില്ലേ? അങ്ങനെ ബ്രേക്ക് ഇട്ടത്. അതായത് വണ്ടി ഇങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ടായി വണ്ടി ഇരിക്കാൻ വെച്ചാൽ വലത്തോട്ട് പിടിച്ചാലാണ് നമ്മൾ വണ്ടിയുടെ ബാക്ക് ഒതുങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ആർക്കും കുഴപ്പമില്ല, അതിൽ ഓക്കെ അല്ലേ?